എല്ലാവരെയും നശിപ്പിച്ചിട്ട് ഞങ്ങൾ നേടുമെന്ന് പറഞ്ഞു. എന്താണ് അവർ നേടിയത്? അവരുടെ നാശമല്ലാതെ ഒരു ദിവസം സമാധാനത്തോടെ ജീവിക്കാൻ ഹിറ്റ്ലർക്ക് കഴിഞ്ഞില്ല. 60 ലക്ഷം അല്ലെങ്കിൽ അതിലേറെ, 30 ലക്ഷം, 60 ലക്ഷം അല്ലെങ്കിൽ അതിലേറെ ആളുകളെ കൊന്ന സാക്ഷാൽ അഡോൾഫ് ഹിറ്റ്ലർക്ക് ഒരു ദിവസം സമാധാനത്തിൽ ജീവിക്കാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം, ഒരു മണിക്കൂർ, ഒരു മിനിറ്റ്. ഫുട്പാത്തിൽ ചെറിയ എന്തോ സാധനം ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് മാവൂരങ്ങാടിയിലോ അരീക്കോട്ടങ്ങാടിയിലോ നിലമ്പൂരങ്ങാടിയിലോ കോഴിക്കോട്ടെ ബസാറിലോ എവിടെയെങ്കിലും ഒരു 1000 രൂപക്ക് മാങ്ങ വാങ്ങിയിട്ട് അത് ഫുട്പാത്തിൽ വെച്ചിട്ട് റീറ്റെയിലായി കൊടുക്കുന്ന സാധാരണക്കാരനായ തൊഴിലാളി ഓരോ സെക്കൻഡിലും അനുഭവിക്കുന്ന സുഖം. ഈ ചാക്ക് വിരിച്ചിട്ട് ചാക്കിൽ ചമ്രം പടിഞ്ഞിരുന്ന് ഈ 25 കിലോ മാങ്ങ വിറ്റ് തീർത്ത് അതുകൊണ്ട് അരിയും പലവ്യഞ്ജനവും വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി ഭാര്യ മക്കളും സന്തോഷമായി കഴിച്ച് നാളേക്കുള്ളത് കുട്ടികളെ ഏൽപ്പിച്ച് പിറ്റേ ദിവസവും രാവിലെ ഹോൾസെയിൽ മാർക്കറ്റിലേക്ക് ഓടുന്ന ഈ സാധുവായ മനുഷ്യൻ, ഈ സാധാരണക്കാരൻ അനുഭവിക്കുന്ന സുഖം ഹിറ്റ്ലർ ഒരു ദിവസം അനുഭവിച്ചത്. എന്തനുഭവിച്ചത്? എല്ലാവരും വിചാരിക്കുന്നത് എല്ലാവരെയും ശരിയാക്കി ഞങ്ങൾക്ക് ജീവിക്കണം, എല്ലാവരെയും നശിപ്പിച്ച് ഞങ്ങൾ വാഴും. ഒരു ദിവസം വാഴില്ല, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് വാഴില്ല. ഇത് ഭൂമിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണത്തിൽ നീ സബ്ർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി അല്ലാഹു തആല ഒരുക്കി വെച്ച മണിമന്ദിരങ്ങളും സൗകര്യങ്ങളും കാണുമ്പോൾ സുഖത്തിൽ അഭിരമിച്ചു പോയ ആളുകൾ അന്ത്യനാളിൽ പറഞ്ഞു പോകും അത്രേ, പടച്ചോനെ നീ എന്തിനാണ് ഞങ്ങൾക്ക് ദുനിയാവിൽ സുഖം തന്നത്? പറഞ്ഞു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഉത്തരം കിട്ടിയ പ്രാർത്ഥനയും ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയും ഇതാ നല്ലത്. ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയാണ് ആത്മാർത്ഥമായ പ്രാർത്ഥന, പക്ഷെ ഉത്തരം കിട്ടിയില്ല. നാളിൽ ഒരു മനുഷ്യന്റെ പ്രാർത്ഥനകൾ മുഴുവനും പുറത്തെടുക്കാൻ അല്ലാഹു മലക്കുകളോട് പറയും. അവൻ അറിയാത്തത് കൊണ്ടല്ല, മലായിക്കത്തിനെ അതിന് സാക്ഷിയാക്കും. അല്ലാഹു തആല അവൻ ആ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ മുഴുവനും പുറത്തെടുക്കും. മലക്കുകൾ ഓരോ പ്രാർത്ഥനയും എടുക്കും. അപ്പോൾ ആ പ്രാർത്ഥനകൾ പുറത്തെടുക്കുമ്പോൾ അല്ലാഹു ചോദിക്കും, അതിന്റെ അവസ്ഥ എന്താ? അല്ലാഹുവേ, നീ അയാൾക്ക് അതിന് ഉത്തരം കൊടുത്തിട്ടുണ്ട്, ഓ എന്നാൽ അത് മാറ്റിവെക്ക്. അടുത്തൊരു പ്രാർത്ഥന എടുക്കും, അതിന്റെ അവസ്ഥ എന്താ? അല്ലാഹുവേ, നീ അതിന് ഉത്തരം കൊടുത്തിട്ടുണ്ട്, ഓ എന്നാ അങ്ങോട്ട് മാറ്റിവെക്ക്, ഒഴിവാക്കി വെക്ക്. അടുത്തൊരു പ്രാർത്ഥന എടുക്കും, ഇതിന്റെ അവസ്ഥ എന്താ? ഓ നീ അയാൾക്ക് ഉത്തരം കൊടുത്തിട്ടുണ്ട്, ഓ അതങ്ങോട്ട് ഒഴിവാക്കി വെക്ക്. വേറെ പ്രാർത്ഥന എടുക്കും, നീ അയാൾക്ക് ഉത്തരം കൊടുത്തിട്ടില്ല, ഒന്ന് അങ്ങോട്ട് കയറ്റി വെക്ക്. ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ കയറ്റിക്കൊണ്ടുവരും. ഉത്തരം കിട്ടാത്ത ഓരോ പ്രാർത്ഥനകൾക്കും അല്ലാഹു മലായിനുൻ റാത്ത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, വലാഉദുനുൻ സമീഅത്ത്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, വലാ ഖത്റ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യനും രൂപപ്പെടുത്താൻ സാധ്യമല്ലാത്ത മഹത്തായ നേട്ടങ്ങൾ ഉത്തരം കൊടുക്കാത്ത പ്രാർത്ഥനകൾക്ക് മുന്നിൽ വേണ്ടി അല്ലാഹു ആ അടിമക്ക് ഇങ്ങനെ തുറന്നു കൊടുക്കുന്ന നേരത്ത് ആ മനുഷ്യൻ വിചാരിക്കും അത്രേ, റബ്ബേ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരേണ്ടിയിരുന്നില്ല, എന്റെ പ്രാർത്ഥനകൾക്ക് ദുനിയാവിൽ ഉത്തരം വേണ്ടിയിരുന്നില്ല എന്ന് അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് ഈ മനുഷ്യൻ പറഞ്ഞു പോകുമെന്ന് പറഞ്ഞത് ആരെങ്കിലും അല്ല, ലോകത്തിന്റെ ഗുരുനാഥന്മാരുടെ സയ്യിദായ സത്യസന്ധൻ മുഹമ്മദ് മുസ്തഫയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടാ പറയുന്നത്, 15 കൊല്ലം പടച്ചവനിന്റെ പ്രാർത്ഥന കേട്ടിട്ടില്ല. രോഗം നിനക്കാണ്, രോഗം പ്രശ്നത്തിനല്ല. എനിക്ക് സിഹറാണ്, എനിക്ക് കണ്ണീറാണ്. സിഹർ മാറിയാൽ നന്നാവോ? കണ്ണീർ മാറിയാൽ നന്നാവോ? നീ സിഹർ ഉണ്ടായ നാശാവോ? ഈ മനസ്സുണ്ടെങ്കിൽ ഏ സിഹറിനെയും നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. നീ അല്ലാഹുവിന്റെ അടിമയാണെങ്കിൽ, നീ റബ്ബിന്റെ അടിമയാണെങ്കിൽ ഒരു സിഹറിനും ഒരു കണ്ണേറിനും ഒരു ശത്രുവിനും നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല, ഒരകം കഴിയില്ല. നിന്നെ കൊല്ലാൻ ശത്രുവിന് കഴിഞ്ഞേക്കും, നിന്നെ തോൽപ്പിക്കാൻ ശത്രുവിന് കഴിയുകയില്ല. എന്തുകൊണ്ട്? ശത്രുവിന്റെ ആയുധത്താൽ നീ മരിക്കുമ്പോൾ ഈ ഭൂമിയേക്കാൾ മനോഹരമായ ഒരു സൗകര്യത്തിലേക്ക് നീ വീഴും. അപ്പോൾ നിന്റെ മരണം നിനക്ക് ഏറ്റവും സന്തോഷകമായി സ്കരമായി അനുഭവിക്കും. മുഅ്മിനായ മനുഷ്യന്റെ കാര്യം വലിയ അത്ഭുതമാണ്. ഫഇന്നൽ അംറ കുല്ലഹു ലഹു, കാര്യങ്ങൾ എന്താണെങ്കിലും അത് അവന് അനുഗുണമാണ്. അപ്പോൾ കൊറോണ, മുഅ്മിനായ മനുഷ്യൻ, ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ കൊറോണയിലും നേട്ടങ്ങൾ കണ്ടെത്തും, അതും നേട്ടമാക്കും, അതും നേട്ടമാണ്. എന്തും നേട്ടമാണ്.
ഹൃദയത്തിൽ തൊട്ട ഒരു കുഞ്ഞുമോൻ അല്ലെങ്കിൽ കുഞ്ഞുമോളെ, ഒരാളുടെ കുഞ്ഞിക്കുട്ടിയെ അള്ളാഹു മരിപ്പിച്ചു എന്ന് സങ്കല്പിക്കുക. ഹൃദയത്തിൽ തൊട്ട ഒരു കുഞ്ഞുമോൻ അല്ലെങ്കിൽ കുഞ്ഞുമോൾ, ഒരു കുഞ്ഞുകുട്ടിയുണ്ടായി. ജീവിതത്തിൽ ഒരു കുഞ്ഞിക്കാല് കാണാത്ത ദമ്പതികള്, അവസാനം ഒരു കുഞ്ഞുണ്ടായി. പക്ഷേ അതിങ്ങനെ ഓടിച്ചാടി തുള്ളിച്ചാടി നടക്കുന്ന പ്രായമായപ്പോൾ പെട്ടെന്നൊരു പനി വന്നു, കുട്ടി മരിച്ചുപോയി. വല്ലാത്തൊരു സമയമാണ് ആ സമയം. ആ സമയത്തിന്റെ ആ സമയത്തിന്റെ ഒരു വിഷമം ഒരാൾക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ആ സന്ദർഭത്തെ പറ്റി പറയുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക. ഇമാം തുർമുദി തങ്ങൾ കിതാബുൽ ജനായിസിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. عن أبي موسى الأشعري رضي الله عنه قال قال رسول الله صلى الله عليه وسلم حبيب رسول الله പറഞ്ഞു അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാം. ഇദാ മാത വലതുൽ അബ്ദി, എൻ്റെ ഒരു ഇഷ്ടദാസന്റെ ഒരു കുഞ്ഞ് മരിച്ചു പോയാൽ, ഖാല അല്ലാഹു തആല, തൻ്റെ ഒരു ഇഷ്ടദാസന്റെ കുഞ്ഞിനെ അല്ലാഹു മരിപ്പിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാല അല്ലാഹു ലിമലായികതിഹി, അല്ലാഹു മലക്കുകളോട് പറയും ഒരു സന്തോഷകരമായ വാക്ക്, ഖബൽതും വലദ അബ്ദി, എൻ്റെ അടിമയുടെ കുഞ്ഞുമോനെ നിങ്ങൾ പിടിച്ചോ, നിങ്ങൾ പിടിച്ചില്ലേ, കുഞ്ഞുമോളെ നിങ്ങൾ പിടിച്ചില്ലേ? ഫയഖൂലൂന നഅം, അപ്പോൾ മലക്കുകൾ പറയും അതെ റബ്ബേ, നിന്റെ കൽപ്പന പ്രകാരം നിന്റെ അടിമയുടെ കുഞ്ഞുമോനെ ഞങ്ങൾ പിടിച്ചു, നിന്റെ അടിമയുടെ കുഞ്ഞുമോളെ ഞങ്ങൾ പിടിച്ചു. ഫയഖൂലു, അപ്പോൾ അല്ലാഹു വീണ്ടും അവരോട് ചോദിക്കും, അവന്റെ കരളിന്റെ കഷ്ണത്തെ നിങ്ങൾ പിടിച്ചുവോ? അവന്റെ കരളിന്റെ തേൻകനിയെ നിങ്ങൾ പിടിച്ചുവോ? മലക്കുകൾ പറയും അതെ റബ്ബേ, നിന്റെ കൽപ്പന പ്രകാരം ആ മനുഷ്യന്റെ കുഞ്ഞുമോനെ അല്ലെങ്കിൽ കുഞ്ഞുമോളെ ഞങ്ങൾ പിടിച്ചു. അപ്പോൾ അല്ലാഹു തആല മലക്കുകളോട് ചോദിക്കും, നിങ്ങൾ എൻ്റെ അടിമയുടെ കുഞ്ഞുമോനെ പിടിക്കുന്ന നേരത്ത്, കുഞ്ഞുമോളെ പിടിക്കുന്ന നേരത്ത് മാദാ ഖാല അബ്ദി, അപ്പോൾ എൻ്റെ അടിമ എന്താണ് പറഞ്ഞത്? ആ കുട്ടിയെ മരിപ്പിക്കുന്ന നേരത്ത് ബാപ്പ എന്താ പറഞ്ഞത്? ആ കുട്ടി മരിക്കുന്ന നേരത്ത് ഉമ്മ എന്താ പറഞ്ഞത്? മാദാ ഖാല അബ്ദി, എൻ്റെ ആ അടിമയുടെ കുഞ്ഞുമോനെ നിങ്ങൾ പിടിച്ചു, കുഞ്ഞുമോളെ നിങ്ങൾ പിടിച്ചു. ശരി, പിടിക്കുന്ന നേരത്ത് ആ പിതാവ് അഥവാ എൻ്റെ ഇഷ്ടദാസനായ ആ പിതാവ് അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടദാസിയായ ആ മാതാവ് ആ നേരത്തെ എന്താ പറഞ്ഞത്? ഫതഖൂലുൽ മലായിക, അപ്പോൾ മലക്കുകൾ പറയും ഹമിദല്ലാഹ് വസ്തർജാ. ആ കുഞ്ഞ് മരിക്കുന്ന നേരത്ത് ആ പിതാവ് അല്ല ആ മാതാവ് അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. റബ്ബേ, മരിക്കുന്ന നേരത്തും കുട്ടി മരിച്ചു എന്ന് ബോധ്യപ്പെട്ടപ്പോഴും അവർ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്. ഈ അവസ്ഥയിലും സർവസ്തുതിയും അല്ലാഹുവിനാണ്. ഇതും നേട്ടത്തിന് വേണ്ടിയായിരിക്കും. എന്റെ അടിമയുടെ തേൻകനിയുടെ റൂഹിനെ പിടിച്ചു, മരണപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പിതാവായ എൻ്റെ അടിമ അല്ല മാതാവായ എൻ്റെ അടിമ എന്താ പറഞ്ഞത്? മലക്കുകൾ പറയും, ആ സന്ദർഭത്തിൽ മലക്കുകൾ പറയും, അല്ലാ, ഞങ്ങൾ നിന്റെ അടിമയുടെ കുഞ്ഞിനെ പിടിച്ചു, മരിച്ചു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ പിതാവ് പറഞ്ഞു അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ മാതാവ് പറഞ്ഞു അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. ഫയഖൂലുല്ലാഹ്, ശ്രദ്ധിക്കണേ. ഫയഖൂലുല്ലാഹ്, അപ്പോൾ അല്ലാഹു തആല പറയും ഇബ്നു ലി അബ്ദി ബൈതൻ ഫിൽ ജന്നah, എന്റെ അടിമക്ക് വേണ്ടി, എന്റെ ആദാസിന് വേണ്ടി, എന്റെ ആദാസിക്ക് വേണ്ടി നിങ്ങൾ സ്വർഗത്തിൽ ഒരു മണിമാളിക പണിയുക. ഫസമ്മൂഹു ബൈത്തുൽ ഹംദി, അതിന് പ്രശംസയുടെ കൊട്ടാരം എന്ന് പേര് വെക്കുക. ബൈത്തുൽ ഹംദ് എന്നൊരു കൊട്ടാരം അപ്പോൾ അയാൾക്ക് വേണ്ടി പണി കഴിപ്പിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുകൾ വേഗം അയാൾക്ക് വേണ്ടി ഒരു മണിമന്ദിരം ഉണ്ടാക്കും സ്വർഗത്തിൽ. എന്താ അതിൻ്റെ പേര്? ബൈത്തുൽ ഹംദ്, പ്രശംസ കൊണ്ട് കിട്ടിയ കൊട്ടാരം. ഏത് ബുദ്ധിമുട്ടിയ നേരത്തും അയാൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. എന്തൊക്കെയാ ഉണ്ടാവുക?
മനുഷ്യനെ തന്നെ ഭീഷണിയായ ഒരു ലോകക്രമത്തിൽ നിന്നാണ് അള്ളാഹു കൊറോണ കൊണ്ടുവന്നിട്ടുള്ളത്. പഠിക്കേണ്ടവരെല്ലാം ഇതിൽ പഠിച്ചിട്ടുണ്ട്. ഇതിലും പഠിക്കാത്തവർ ഇനിയും പഠിക്കും. ആരും പഠിക്കാതിരിക്കില്ല. എല്ലാം നേടണമെന്ന് വിചാരിച്ചു അഡോൾഫ് ഹിറ്റ്ലർ. പക്ഷെ ആയുസ് അയാൾക്ക് നേടാൻ കഴിഞ്ഞില്ല. എല്ലാവരെയും നശിപ്പിച്ചിട്ട് എനിക്കും എൻ്റെ ആളുകൾക്കും വലിയ ആളായിത്തീരണമെന്ന് വിചാരിച്ച ഒരാളായിരുന്നു ആര്? ബുഹൻവാൾഡിലും ഫ്രാങ്ക്ഫർട്ടിലുമെല്ലാം വലിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടാക്കിയ സാക്ഷാൽ അഡോൾഫ് ഹിറ്റ്ലർ. എത്രയെത്ര ജൂതന്മാരെയും എത്രയെത്ര പോളിഷികളെയുമാണ് അയാൾ ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്നത് എന്ന് കയ്യും കണക്കുകയില്ല. ലക്ഷോപലക്ഷം. ഒരഭിപ്രായം 30 ലക്ഷം അല്ല അതിലും വരുമെന്നും അഭിപ്രായങ്ങളുണ്ട്. ഗ്യാസ് ചേമ്പറിട്ട് കൊന്നു. ആര്? ഹിറ്റ്ലർ, ജർമ്മനിയുടെ ഒരു കാലഘട്ടത്തിന്റെ നേതാവായിരുന്ന സാക്ഷാൽ അഡോൾഫ് ഹിറ്റ്ലർ. എന്നിട്ട് എന്താ അയാൾ നേടിയത്? എല്ലാവരെയും നശിപ്പിച്ചിട്ട് ഞങ്ങൾ നേടുമെന്ന് പറഞ്ഞു. എന്താണ് അവർ നേടിയത്? അവരുടെ നാശമല്ലാതെ ഒരു ദിവസം സമാധാനത്തോടെ ജീവിക്കാൻ ഹിറ്റ്ലർക്ക് കഴിഞ്ഞില്ല. 60 ലക്ഷം അല്ലെങ്കിൽ അതിലേറെ, 30 ലക്ഷം, 60 ലക്ഷം അല്ലെങ്കിൽ അതിലേറെ ആളുകളെ കൊന്ന സാക്ഷാൽ അഡോൾഫ് ഹിറ്റ്ലർക്ക് ഒരു ദിവസം സമാധാനത്തിൽ ജീവിക്കാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം, ഒരു മണിക്കൂർ, ഒരു മിനിറ്റ്. ഫുട്പാത്തിൽ ചെറിയ എന്തോ സാധനം ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് മാവൂരങ്ങാടിയിലോ അരീക്കോട്ടങ്ങാടിയിലോ നിലമ്പൂരങ്ങാടിയിലോ കോഴിക്കോട്ടെ ബസാറിലോ എവിടെയെങ്കിലും ഒരു 1000 രൂപക്ക് മാങ്ങ വാങ്ങിയിട്ട് അത് ഫുട്പാത്തിൽ വെച്ചിട്ട് റീറ്റെയിലായി കൊടുക്കുന്ന സാധാരണക്കാരനായ തൊഴിലാളി ഓരോ സെക്കൻഡിലും അനുഭവിക്കുന്ന സുഖം. ഈ ചാക്ക് വിരിച്ചിട്ട് ചാക്കിൽ ചമ്രം പടിഞ്ഞിരുന്ന് ഈ 25 കിലോ മാങ്ങ വിറ്റ് തീർത്ത് അതുകൊണ്ട് അരിയും പലവ്യഞ്ജനവും വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി ഭാര്യയും മക്കളും സന്തോഷമായി കഴിച്ച് നാളേക്കുള്ളത് കുട്ടികളെ ഏൽപ്പിച്ച് പിറ്റേ ദിവസവും രാവിലെ ഹോൾസെയിൽ മാർക്കറ്റിലേക്ക് ഓടുന്ന ഈ സാധുവായ മനുഷ്യൻ, ഈ സാധാരണക്കാരൻ അനുഭവിക്കുന്ന സുഖം ഹിറ്റ്ലർ ഒരു ദിവസം അനുഭവിച്ചത്. എന്തനുഭവിച്ചത്? എല്ലാവരും വിചാരിക്കുന്നത് എല്ലാവരെയും ശരിയാക്കി ഞങ്ങൾക്ക് ജീവിക്കണം, എല്ലാവരെയും നശിപ്പിച്ച് ഞങ്ങൾ വാഴും. ഒരു ദിവസം വാഴില്ല, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് വാഴില്ല. ഇത് ഭൂമിയാണ്. മനുഷ്യൻ ചിന്തിക്കണം. മനുഷ്യ, നീ നിന്റെ സ്രഷ്ടാവിലേക്ക് മടങ്ങണം, നീ നിന്റെ രക്ഷിതാവിലേക്ക് മടങ്ങണം. ഇവിടെ ആദ്യത്തെ മനുഷ്യൻ നീയല്ല, ആദ്യത്തെ അഹങ്കാരിയും നീയല്ല, ആദ്യത്തെ ഭരണാധികാരി നീയല്ല, ആദ്യത്തെ കയ്യൂക്കുള്ളവൻ നീയല്ല, ആദ്യത്തെ പട്ടാളക്കാരൻ നീയല്ല, ആദ്യത്തെ യുവാവ് നീയല്ല, ആദ്യത്തെ സുന്ദരിയും നീയല്ല. ഒന്നും നീയല്ല. വളരെ ചിന്തിക്കണം. നിങ്ങളെ അള്ളാഹുവിലേക്ക് മടങ്ങണം, ചിന്തിക്കണം, അള്ളാഹുവിനെ പ്രശംസിക്കണം. അതിനേക്കാൾ വലിയ ഒരു കാര്യമില്ല. അള്ളാഹുലേക്ക് മടങ്ങണം. നാനാ ജാതി മതസ്ഥർക്കും സ്നേഹം ചൊരിയണം. എല്ലാം സൃഷ്ടികളെല്ലാം അള്ളാഹുവിന്റെ ആശ്രിത കുടുംബമാണ്. എല്ലാം സൃഷ്ടികളെല്ലാം അള്ളാഹുവിന്റെ ആശ്രിത കുടുംബമാണ്. അഹബ്ബുഹും ഇലല്ലാഹ് അൻഫഉഹും ഇലാ ഇയാലിഹി എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സൃഷ്ടികളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ആരെയാണ്? ഏറ്റവും ഇഷ്ടം ആ സൃഷ്ടികളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ആരെയാണ്? മറ്റാരെയുമല്ല, അവന്റെ സൃഷ്ടികൾക്ക് ഏറെ ഉപകാരം ചെയ്തു കൊടുത്ത ആളെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൈന്ദവതയുടെ അടിസ്ഥാനം വസുദൈവ കുടുംബകം എന്ന്. എല്ലാം ഈ പ്രപഞ്ചത്തിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ വാക്കിന്റെ ജ്ഞാനപ്പൊരുൾ എത്ര വലുതാണെന്ന് ബഹുമാനപ്പെട്ട സഹോദര സഹോദരിമാരെ ഒന്ന് ആലോചിക്കുക. അതുകൊണ്ട് നാശത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരും ഇവിടെ വാഴാനൊന്നും പോകുന്നില്ല. ആരുടെ വാഴില്ല? ഒരു സെക്കൻഡ് വാഴില്ല. അഹങ്കാരികൾ പഠിക്കുകയാണെങ്കിൽ ഹിറ്റ്ലറിൽ നിന്ന് പഠിക്കണം. ദമ്പന്മാരായ ഭരണാധികാരികൾ പഠിക്കുകയാണെങ്കിൽ ഹിറ്റ്ലറിൽ നിന്ന് പഠിക്കണം.
വംശീയതയുടെ അപ്പോസ്തലന്മാർ പഠിക്കാൻ വേണ്ടി ജർമ്മനിയിലേക്ക് പോയി ഹിറ്റ്ലറിൽ നിന്ന് പഠിക്കണം. ഞങ്ങൾ ആര്യന്മാർ മാത്രം വാഴണം, ബാക്കിയുള്ളവരെ മുഴുവനും കൊല്ലണം എന്ന് തീരുമാനിച്ചവനായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ. എന്തുണ്ടായി അവസാനം? ഒരു സെക്കൻഡ്, ഒരു ദിവസം സമാധാനത്തിൽ, ഒരു മിനിറ്റ് സമാധാനത്തിൽ ജീവിക്കാൻ ഹിറ്റ്ലർക്ക് കഴിഞ്ഞില്ല. അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ആത്മഹത്യ ചെയ്തു ഹിറ്റ്ലർ. അസമാധാനമുള്ള ആ ജീവിതം അവസാനം ആത്മഹത്യയിൽ എരിഞ്ഞടങ്ങി. ആര്? ഹിറ്റ്ലർ. അയാൾ ആരാ? വംശീയതയുടെ പിതാവ്, ആധുനിക ഫറോവ. 20-ാം നൂറ്റാണ്ടിലെ വംശീയതയുടെ പിതാവായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ. ഒന്ന് പോയി പഠിക്ക്. ജർമ്മനിയിലേക്കൊന്നും പോകാൻ ഇത്ര വലിയ പണമൊന്നും വേണ്ടല്ലോ ഇന്നത്തെ കാലത്ത്. പഠിക്കണം. വുഹാൻബാട്ടിലും ഫ്രാങ്ക്ഫർട്ടിലുമൊക്കെ അയാൾ ഉണ്ടാക്കി വെച്ച അക്കാലത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഇന്നും വംശീയവാദികളെ പഠിപ്പിക്കാൻ വേണ്ടി ലോകത്തേക്ക് ഏറ്റവും വലിയൊരു വാതിലായി ജർമ്മനി ഇന്നും സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട്. പഠിക്കണം. അതുകൊണ്ട് തൻ്റെ സഹകാരിക്ക്, തൻ്റെ സഹസൃഷ്ടിക്ക് തന്നാൽ കഴിയുന്നത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ, ഒരു ഉപകാരം ചെയ്യാൻ കഴിയുമോ എന്നാലോചിക്കുന്നതിലാണ് ഒരു മനുഷ്യന്റെ നന്മ കുടിക്കൊള്ളുന്നത്. എന്തിനേയും ഗുണമാക്കി മാറ്റണം. അല്ലാഹുവിലേക്ക് മടങ്ങണം. ഏത് സാഹചര്യവും അനുഗുണമാണ്. എല്ലാം അനുഗുണമാണ്. പ്രശ്നം നമുക്ക് മാത്രമാണ്. പ്രശ്നക്കാരൻ നമ്മളാണ്. കൊറോണയല്ല പ്രശ്നക്കാരൻ, പ്ലേഗ് അല്ല പ്രശ്നക്കാരൻ, സ്പാനിഷ് ഫ്ലൂ അല്ല. അതിലൊക്കെ ഒരുപാട് ശുദ്ധീകരണ പ്രക്രിയകൾ ലോകത്ത് നടക്കും. പ്രകൃതി ശുദ്ധീകരിക്കാം, മനസ്സെന്തായാലും ശുദ്ധീകരിക്കും. അതിനും ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവർക്ക് ഹിറ്റ്ലറിന്റെ ഗതി ഉണ്ടാവും ചെയ്യും. അതൊന്നും ഇവിടെ ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് അലൻ നബി സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അജബൻ ലിഅംരിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ കാര്യം അത്ഭുതമാണ്. സത്യവിശ്വാസി ഫഇന്നൽ അംറ കുല്ലഹു ലഹു, ഏത് കാര്യം തനിക്ക് അനുഗുണമാക്കാൻ അവൻ യോഗ്യനാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സിഹറേറ്റിട്ടുണ്ടോ? അതും നിനക്ക് അനുഗുണമാക്കാൻ നിനക്ക് കഴിയും. കണ്ണേറ് ബാധിച്ചിട്ടുണ്ടോ? അതൊക്കെ ഇല്ലാതെയാക്കാൻ വേണ്ടി പണിയെടുക്കേണ്ടതില്ല എന്നല്ല, അതൊക്കെ പോകാൻ വേണ്ടി പണിയെടുത്തധ്വാനിക്കൊക്കെ വേണം. പക്ഷേ അതും അനുഗുണമാക്കാൻ കഴിയും. കൊറോണ ബാധിച്ചിട്ടുണ്ടോ? അതും നിനക്ക് അനുഗുണമാക്കാൻ കഴിയും. ഇനി എന്താ വരാൻ പോകുന്നത്? ഇനി ഇതിനേക്കാൾ സന്തോഷമായിരിക്കുമെന്ന് ആരാ പറഞ്ഞേ? കൊറോണ പോയി, എന്നിട്ട് ബാക്കിയൊക്കെ അങ്ങനെ ആട്ടുതൊട്ടിൽ കിടന്ന്, ഭൂമിയിലെ 700 കോടി ജനങ്ങളും ആട്ടുതൊട്ടിൽ അങ്ങനെ കിടന്ന് ഉല്ലസിച്ചാടി തിമിർത്തുല്ലസിക്കുമെന്ന് ആരാണ് പറഞ്ഞത്? ആരത് പറഞ്ഞത്? ആരതൊക്കെ പറയുന്നത്? ഇന്നൽ അംറ കുല്ലഹു ലഹു. പിന്നെയോ നമ്മൾ ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ വേണ്ടതെല്ലാം ഞാൻ ഒരുക്കി തരുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അവൻ നമുക്ക് ഒരുക്കി തരും. സാഹചര്യങ്ങളെല്ലാം മാറും. ഹംദ് പോലെ ഒരു കാര്യമില്ല, അല്ലാഹുവിനെ പ്രശംസിക്കുന്നത് പോലെ ഒരു കാര്യം ഇല്ല. നേരത്തെ മഹാനായ അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞ അതിമഹത്തായ ഒരു വാക്ക് ഞാൻ ഇവിടെ ഓർമ്മപ്പെട്ടു. അള്ളാഹുവിലേക്കുള്ള 2 വാതിലുകൾ അന്ത്യനാൾ വരെ അടയുകയില്ല. ഒന്ന് അള്ളാഹുവിനെ ഹംദ് ചെയ്യുന്ന വാതിലാണ്. 2 മുത്തുനബിക്ക് സ്വലാത്ത് സമർപ്പിക്കുന്ന വാതിലാണ്. ആ വാതിലൂടെ പ്രവേശിക്കുക. സദാസമയവും ഹംദിൽ വ്യാപൃതനാവുക, സദാസമയവും സ്വലാത്തിൽ വ്യാപൃതനാവുക. എല്ലാം അള്ളാഹു ഗുണകരമാക്കും. എല്ലാം അള്ളാഹു മാറ്റും. എല്ലാം അല്ലാഹു ദഇൽ മഖാദീറ തജ്രി ഫി ഐനതിഹാ വലാ തബിതന്ന ഇല്ലാ ഖാലിയൽ ബാലി. നീ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഇഷ്ടപ്പെടേണ്ടതില്ല. അതൊക്കെ അതിന്റെ തഖ്ദീർ പോലെ പോയിക്കോട്ടെ. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതിന്റെ തഖ്ദീർ പോലെ പോയിക്കോട്ടെ. നീയോ
നീ നിന്റെ മനസ്സ് ശൂന്യമാക്കുക, അത് അള്ളാഹുവിൽ സമർപ്പിക്കുക. ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിക്കാനുമില്ല. ജീവിച്ചാൽ ജീവിക്കും, മരിച്ചാൽ മരിക്കും. നാം എന്ത് ചെയ്യണം? നമ്മുടെ ആയുസ് ഈ പ്രപഞ്ചത്തിന് ഗുണകരമാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കണം. പ്രപഞ്ചം എന്നാൽ അത് തന്നെ തൻ്റെ ഇടഭാഗത്തുനിന്നും വലഭാഗത്തുനിന്നും ഇടഭാഗത്തുനിന്നും ആരംഭിക്കണം. തൻ്റെ വലഭാഗത്തിരിക്കുന്നവൻ, തൻ്റെ ഇടഭാഗത്തിരിക്കുന്നവൻ. അതുമുതൽ ഈ പ്രപഞ്ചത്തിന് തന്നാൽ എന്ത് ചെയ്യാൻ കഴിയും ഒരു നന്മ എന്നാലോചിക്കണം. അത് നന്മ നമ്മൾ ആലോചിച്ചാൽ കണ്ടെത്തും. അതിനവസരം തരുന്ന റബ്ബിനെ സ്തുതിക്കണം. എല്ലാവരും കൊറോണ ഒരു മനുഷ്യന്റെ മേൽ അക്രമമായി ചൊരിഞ്ഞ വൈറസിന്റെ ഒരു ആപത്താണ് കൊറോണ എങ്കിൽ അതുണ്ടാക്കിയ അവനും ആയുസ്സെത്തിയാൽ മരിക്കും, അതിന് വിധേയനായവനും ആയുസ്സെത്തിയാൽ മരിക്കും. ആർക്കൂടെ ജീവിക്കാൻ കഴിയില്ല. ഒരാൾ പോയിട്ട് മറ്റൊരാൾ ഇവിടെ വാഴുമെന്ന് വിചാരിക്കേണ്ട, ആരും വാഴൂല. സാധാരണക്കാരനായ മനുഷ്യനെ കഷ്ടപ്പാടിന്റെ സമയത്ത് അറവുശാലകളെ പോലെ അറത്ത് പണം വാങ്ങിയ ആശുപത്രി അധികൃതർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അവരോ ഈ പണമൊക്കെ ഈ കഷ്ടപ്പാടിന്റെ സമയത്ത് നിസ്സാരമായ ചില പരിശോധനകൾക്ക് വേണ്ടിയും ചില സാധനങ്ങൾക്ക് വേണ്ടിയും വലിയ വലിയ പണം ഈടാക്കിയ ആശുപത്രി അധികൃതരുണ്ടായിരുന്നു. അവരും സമയമെത്തിയാൽ മരിക്കും. അവരിവിടെ വാഴൂല, ആരും വാഴൂല, ആരും വാഴൂല. ഇവിടെ ആരും വാഴാൻ പോകുന്നില്ല. വളരെ ഗൗരവമായി നാം ചിന്തിക്കണം. ചില പ്രദേശങ്ങളുടെ മേൽ അവരെ പ്രയാസപ്പെടുത്തുന്ന നിയമങ്ങളെ സൃഷ്ടിച്ച് ചന്ദ്രമഹാസം ഇളക്കി അതിന്റെ പുകമറക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കുബുദ്ധികൾ അവരാരാണെന്ന് ഞാൻ പറയുന്നില്ല. അവരൊരു പക്ഷേ ഭരണാധികാരികൾ പോലും ആയിക്കൊള്ളണമെന്നില്ല. അതിൻ്റെയും പിന്നിൽ വേറെയും കുബുദ്ധികൾ ഉണ്ടായിരിക്കും. എന്നിട്ടോ ഇവർ വാഴോ? ഇല്ല. ആര് വാഴാൻ? ലക്ഷദ്വീപുകാരെല്ലാം കഷ്ടപ്പെട്ട് മരിച്ച് ബാക്കിയുള്ളവരൊക്കെ സുഖിച്ചു വാഴൂ? ഇല്ല. എന്തുണ്ടാവാൻ? ആരൊരാളെ കഷ്ടപ്പെടുത്തിയോ ആ നിമിഷം മുതൽ അവന്റെ മനസ്സും മനസാക്ഷിയും അവനെതിരാവും. അവന്റെ കോടതിയിൽ അവൻ നശിക്കും. അവൻ തന്നെ വിചാരണ ചെയ്യും, ദുനിയാവിലും ആഖിറത്തിലും. ഞാൻ പറഞ്ഞില്ലേ, ജീവിതം മുഴുവനും നരകിച്ച് ശത്രുത മാത്രം പുലർത്തി ലോകത്തോട് മുഴുവനും താനും തൻ്റെ ആളുകളും ബാക്കിയുള്ളതിനോട് മുഴുവനും ശത്രുത പുലർത്തിയ ഒരു മനുഷ്യൻ ആയുസ് മുഴുവൻ നരകിച്ച് ഒരു കാലത്ത് ശത്രുതയുടെ ഹോമത്തിൽ എരിഞ്ഞടങ്ങി അവസാനം താൻ തന്നെ ആത്മഹത്യ ചെയ്തു. ഒരു ദിവസം ജീവിച്ചില്ല, ഒരു മിനിറ്റ് ജീവിച്ചില്ല. ഇത് ഭൂമിയാണ്. ഇതിന്റെ അധിപതി ഇവിടെ ആരുമല്ല, പടച്ചോനാണ്. മനുഷ്യൻ ഇവിടെ ആരുടെയും അടിമയല്ല, പ്രപഞ്ച സ്രഷ്ടാവായ തമ്പുരാന്റെ അടിമയാണ്. അവൻ ഹിന്ദു ആണെങ്കിലും അവൻ മുസ്ലിം ആണെങ്കിലും അവൻ ക്രിസ്ത്യാനിയാണെങ്കിലും അവൻ പടച്ചോന്റെ അടിമയാണ്. പടച്ചവന് അവന്റെ സൃഷ്ടികളെല്ലാം വിലപ്പെട്ടതാണ്. ആരുപദ്രവിക്കുന്നു അവരെ കൈകാര്യം ചെയ്യാൻ പടച്ചോനറിയും. ആരുപദ്രവിച്ചാലും ആരുപദ്രവിച്ചാലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ചിന്തിക്കേണ്ടത്, എൻ്റെ ആയുസ്സിനെ ഞാൻ സമൂഹത്തിന് ഗുണകരമാക്കാൻ എന്തു ചെയ്യണം എന്ന്. എൻ്റെ ആയുസ് ഞാൻ എൻ്റെ സമൂഹത്തിന് ഗുണകരമാക്കാൻ എന്തു ചെയ്യും? എൻ്റെ അയൽവാസിയായ കൃഷ്ണന് എൻ്റെ ആയുസ്സിന് ഗുണമാകാൻ ഞാൻ എന്തു ചെയ്യണം? എൻ്റെ അയൽവാസിയായ തോമസിന്റെ വീട്ടുകാർക്ക് എൻ്റെ ആയുസ് ഗുണകരമാകാൻ ഞാൻ എന്തു ചെയ്യണം? ഞാനിരിക്കുന്ന വില്ലേജിന് എൻ്റെ ആയുസ് ഗുണകരമാകാൻ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ജില്ലക്ക് എൻ്റെ ആയുസ് ഗുണകരമാകാൻ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ സംസ്ഥാനത്തിന് എൻ്റെ ആയുസ് ഗുണകരമാകാൻ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ രാഷ്ട്രത്തിന് എൻ്റെ ആയുസ് ഒരു നന്മയുടെ മുദ്രയായി തീരാൻ ഞാൻ എന്ത് ചെയ്യണം? ഈ പ്രപഞ്ചത്തിലെ ഈ ഭൗമമണ്ഡലത്തിന് മുകളിലുള്ള 700 ചില്ലാനം കോടി ജനങ്ങൾക്ക് എൻ്റെ ആയുസ് മനോഹരമായ ഒരു അനുഭവമായി തീരാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. വിശ്വാസി എല്ലാത്തിനെയും ഗുണകരമാക്കി മാറ്റും, എല്ലാം ഗുണമായിരിക്കും. അക്ബർ ബീർബലിനോട് പറഞ്ഞല്ലോ, ചുമരിൽ എഴുതി വെക്കണം ഒരു വാക്ക്. അക്ബർ ഒരിക്കൽ തൻ്റെ ഏറ്റവും വലിയ ഉപദേഷ്ടാവും പ്രധാനമന്ത്രിയുമായ ബീർബലിനോട് പറഞ്ഞു, നിങ്ങൾ ചുമരിൽ ഒരു വാചകം എഴുതി വെക്കണം. ആ വാചകത്തിന്റെ പ്രത്യേകത, സന്തോഷം തോന്നുമ്പോൾ ആ വാചകം നോക്കിയാൽ ദുഃഖം തോന്നണം, ദുഃഖത്തിലാകുമ്പോൾ ആ വാക്ക് നോക്കിയാൽ, ആ വാചകം നോക്കിയാൽ സന്തോഷം തോന്നണം. അങ്ങനത്തെ ഒരു വാക്ക് എഴുതി വെക്കണം. അക്ബർ തൻ്റെ പ്രധാനമന്ത്രിയായ ബീർബലിനോട് പറഞ്ഞു.
ചുമരിൽ നിങ്ങൾ ഒരു വാക്ക് എഴുതി വെക്കണം. എന്താണ് വാക്കിന്റെ പ്രത്യേകത? അക്ബർ തന്റെ പ്രധാനമന്ത്രിയായ ബീർബലിനോട് പറഞ്ഞു, നിങ്ങള് ചുമരിൽ ഒരു വാക്ക് എഴുതി വെക്കണം. എന്താ വാക്ക്? ആ വാക്കിലേക്ക് സന്തോഷത്തിലിരിക്കുമ്പോൾ ഞാൻ നോക്കിയാൽ എനിക്ക് ദുഃഖം തോന്നണം, ദുഃഖത്തിലിരിക്കുമ്പോൾ ഞാൻ നോക്കിയാൽ എനിക്ക് സന്തോഷം തോന്നണം. ഉടനെ അക്ബർ ചുമരിൽ എഴുതി വെച്ചു, ഈ സമയവും കടന്നു പോകും. ഇതാണ് ബീർബൽ എഴുതിയത്. അതൊരു വാക്കാണ്, വല്ലാത്ത വാക്കാണ്. ഈ സമയവും കടന്നു പോകും. സന്തോഷത്തിൽ ഇരിക്കുന്ന നേരത്ത് അതിലേക്ക് നോക്കിയാൽ ദുഃഖം തോന്നും. എന്തുകൊണ്ട്? സന്തോഷം കഴിയാനുള്ളതാണ്. ദുഃഖത്തിലിരിക്കുമ്പോൾ ആ വാക്കിലേക്ക് നോക്കിയാൽ സന്തോഷം തോന്നും. എന്തുകൊണ്ട്? ദുഃഖം അവസാനിച്ച് സന്തോഷം വരാനുള്ളതാണ്. ഈ സമയവും കടന്നു പോകും. അതാണ് ബീർബൽ എഴുതി വെച്ചത് ചുമരിൽ. എന്നതുപോലെ ഈ സമയവും കടക്കും. പക്ഷേ പുതിയൊരു സാഹചര്യം വരും. അതിനെല്ലാം അനുഗുണമാക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ മനസ്സാണ് പ്രശ്നക്കാരൻ എന്ന് നമ്മൾ തിരിച്ചറിയും. മനസ്സ് നിറയാത്ത കാലത്തോളം നമ്മിൽ നിന്ന് ഹംദ് പുറത്തു വരികയില്ല. നിറഞ്ഞ മനസ്സിൽ നിന്നാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയണമെങ്കിൽ നിറഞ്ഞ മനസ്സിൽ നിന്നാണ് വരുന്നത്. നിറഞ്ഞ മനസ്സുള്ളവർക്ക് മാത്രമേ ചിന്തിക്കണം. വളരെ ഗൗരവമായി ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ഗൾഫില് തൊഴിലിന് വേണ്ടി അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ വെയിൽ കൊണ്ട് കുഴങ്ങി എന്ന് ഈ അടുത്ത ദിവസം എന്നോട് ഒരാൾ പറഞ്ഞപ്പോൾ ഞാൻ അയാൾക്ക് മെല്ലെ ഒരു സന്തോഷത്തിന് പറഞ്ഞു, ആ നല്ല കാര്യം. എന്തുകൊണ്ട്? സൗരോർജം കൊണ്ടുണ്ടാകുന്ന നേട്ടം എത്ര വലുതാണ്. നിങ്ങൾ സൂര്യന്റെ ചൂടിലല്ലേ നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് എന്തൊക്കെ ഗുണമുണ്ടായിരിക്കും. നിങ്ങൾ തൊഴിൽ തേടി അലയ്യ, നിങ്ങൾക്ക് 10 ദിവസം തൊഴിൽ കിട്ടിയില്ല. ഈ 10 ദിവസം നിങ്ങൾ ഗൾഫിൽ, അങ്ങനെ ദുബായിൽ, അല്ലെങ്കിൽ അബുദാബിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ മലേഷ്യയിൽ, അല്ലെങ്കിൽ നിങ്ങൾ സൗദിയിൽ തൊഴിലും തേടി അങ്ങനെ ഒരു കടയിൽ നിന്ന് മറ്റൊരു കടയിലേക്ക്, ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് അങ്ങനെ നടന്നു സങ്കല്പിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ ചില പ്രത്യേകമായ രോഗാണുക്കളുണ്ട്. ആ രോഗാണുക്കൾ സൗരോർജം കൊണ്ട് മാത്രമാണ് നശിപ്പിക്കപ്പെടുക. അള്ളാഹു നിങ്ങൾക്ക് പെട്ടെന്ന് തൊഴിൽ തന്നില്ല. എന്തുകൊണ്ട്? തൊഴിൽ കിട്ടിയ പിറ്റേന്ന് നിങ്ങൾ നേരെ കമ്പനിയിലെ ശീതീകരിച്ച AC മുറിയിൽ ഇരുന്നിട്ട് നിങ്ങൾ രോഗിയായി മാറും. അള്ളാഹു നിങ്ങൾക്ക് തൊഴിൽ തന്നില്ല. നിങ്ങൾ അങ്ങനെ നടന്ന് വൈകുന്നേരം വരെ നടന്ന് ആ ദിവസത്തെ വെയിൽ കൊണ്ട് പിറ്റേന്നും കൊണ്ട് ആ 10 ദിവസമായപ്പോഴത്തിന് ശരീരത്തിൽ ശക്തമായ ഊർജമുണ്ടായി. ശരീരത്തിലെ ഏറ്റവും വലിയ എനർജി നൽകുന്നതാണ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി നൽകാൻ സൂര്യനെ പോലെ വേറൊന്നിനും കഴിയില്ല. സൗരോർജത്തിൽ നിന്ന് സമ്പാദിക്കുന്ന വിറ്റാമിൻ ഡി എന്നതിന് പകരം വേറെ ഒന്നില്ല. അപ്പോൾ ഏറ്റവും വലിയ ഔഷധമാണ് എന്ത്? സൂര്യന്റെ വെളിച്ചം, സൂര്യന്റെ ചൂട്. ഒരാഴ്ച അത് കൊണ്ടോ, അപ്പോൾ ഉള്ളിലുള്ള ബാക്ടീരിയകളെല്ലാം നശിച്ചുപോയി, രോഗാണുക്കൾ ചത്തൊടുങ്ങി, നീ ആരോഗ്യവാനായി. പിന്നെയോ നിന്നെ ശുദ്ധീകരിച്ചപ്പോൾ നിന്നെ ഏറ്റവും കൃപയുള്ള തമ്പുരാൻ നിനക്ക് തൊഴിലുണ്ടെന്നു. നീ എന്ത് പറഞ്ഞേ? എന്ത് പഠിച്ചോൻ? എത്ര കാലമായി ഞാൻ അവിടെ തെണ്ടി നടക്കണേ? വീട്ടിയായ മനുഷ്യനാണ് ഞാനും നീയും. ചിന്തിക്ക. മനുഷ്യ ചിന്തിക്കുന്നില്ല. ഞാൻ വെയിലും കൊണ്ട് തല ചുറ്റുന്ന എന്തുകൊണ്ടാ? എന്താ തല ചുറ്റാനുള്ള കാരണം? അതൊരു അനുഗ്രഹമാണ്. തല ചുറ്റിയത് ഒരു അനുഗ്രഹമാണ്, അതൊരു അനിവാര്യതയാണ്. അതിലൂടെ നിന്നിൽ ഒരു വലിയ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ ആന്തോളനമാണ് തല ചുറ്റിയത്. വലിയ ഒരു പ്രോസസ്സിംഗ്, നിന്നെ ശുദ്ധീകരിക്കുന്ന ഒരു വർക്ക്. കോടാനക്കോടി കശേരുക്കൾ, കോശങ്ങൾ ചേർന്ന് അതിവിദഗ്ധമായ ഒരു കർമ്മം നിന്നിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് അത്രയും ഊർജം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് തല ചുറ്റിയത്. നീ വിചാരിച്ച് ഞാൻ തല ചുറ്റിയല്ലോ എന്നിട്ട് പഠിച്ചവൻ കാണുന്നില്ല. എടാ, നിന്നെ തല ചുറ്റിപ്പിച്ചത് അല്ലാഹു നിനക്ക് തന്ന അനുഗ്രഹം. ഒരു ഡയമണ്ട് വാലി ഒന്നാടങ്കം നിന്റെ കയ്യിൽ വെച്ചെന്നാൽ നീ വീണോല്ലേ? അതാണ് അവിടെ സംഭവിച്ചത്. ഒരു ഡയമണ്ട് വാലി ഒന്നടങ്കം നിന്റെ കയ്യിൽ വെച്ച് വന്നതുപോലെയാണ് വെയിലത്ത് നടന്നപ്പോൾ തല ചുറ്റി വീണത്. അത്രയും വലിയ പ്രോസസ്സിംഗ് ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ പറയേണ്ടത്? തല ചുറ്റൽ കഴിഞ്ഞാൽ ആദ്യം പറയേണ്ടത് അൽഹംദുലില്ലാഹ്. റബ്ബിനെ മനസ്സിലാക്കിയില്ലല്ലോ മനുഷ്യന്മാരെ. റബ്ബിനെ അറിഞ്ഞില്ല മനുഷ്യന്മാരെ. സമൃദ്ധമായ ഒരു മനസ്സിനല്ലാതെ
അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കഴിയുകയില്ല. അല്ലാത്തൊരു എന്ത് പറയും? ഗൾഫിൽ അവനെ എത്തിച്ചത് പടച്ചോൻ. ഗൾഫ് എന്നൊരു ലോകത്തെ കഴിഞ്ഞോന് പോയി പണിയെടുത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റിയ നാടാക്കി മാറ്റിയത് പടച്ചോൻ. അതും പടച്ചോൻ. അവിടെ നിഅമത്ത് നൽകിയത് അത് പടച്ചോൻ. ആ നിഅമത്തിൽ പണിയെടുക്കാൻ നിനക്ക് ആഫിയത്ത് തന്നത് പടച്ചോൻ. ആ പണി അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ സൗരോർജം കൊണ്ട് നിന്റെ രോഗം മാറ്റിയത് പടച്ചോൻ. ഇല്ലെങ്കിൽ നീ ഈ ജോലിയോട് കൂടെ ക്യാൻസർ രോഗിയായി ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് തന്നെ തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടിയിരുന്നു. 10 ദിവസം വെയിൽ അങ്ങോട്ട് കൊണ്ട് നടന്നു. അപ്പോൾ വലിയ ഒരു പണി അവിടെ നടന്നു. ഇല്ലെങ്കിൽ നാട്ടിൽ വന്ന് കീമോ ചെയ്യേണ്ടിയിരുന്നു. ഇവിടെ കീമോ ഒന്നും ഉണ്ടായില്ല. അതിനേക്കാൾ വലിയ കീമോ നടന്നു. നിന്റെ ഉള്ളിൽ നീ പോലും അറിയാതെ നിന്റെ രോഗാണുക്കൾ ചത്തൊടുങ്ങി. വളരെ ചിന്തിക്കണം. നീയും നിന്നെപ്പോലെയുള്ള ആളുകളും നൽകിയ വിഷം കഴിച്ച് നീ രോഗിയായി, നീ പോലും അറിയാതെ അള്ളാഹു സൗരോർജം കൊണ്ട് രോഗം മാറ്റി. അപ്പോഴും നീ അള്ളാഹിനെ ആക്ഷേപിച്ചു. 10 ദിവസം നടന്നു, 15 ദിവസം വെയിലിൽ നടന്ന് തരിത്തി വീണു. എന്നിട്ടും എനിക്ക് പടച്ചോൻ പണിയൊന്നില്ല. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. പടച്ചോൻ ബുദ്ധി തരണം. ബുദ്ധി പടച്ചോൻ തൗഫീഖ് തരണം. അതാണ് വലുത്. അല്ലാതെ വിദ്യാഭ്യാസമല്ല, അല്ലാതെ പേപ്പർ നിറയെ എഴുതുന്ന ഡിഗ്രി അല്ല വേണ്ടത്. ബുദ്ധിയാണ്. പടച്ചോൻ തരുന്ന ബുദ്ധി. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മനസ്സറിഞ്ഞ് പറ അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. അല്ലാഹ് നീയാണ് വലിയവൻ. അല്ലാഹ് നീയാണ് കാരണക്കാരൻ. അല്ലാഹ് നീയാണ് സ്രഷ്ടാവ്. അല്ലാഹ് നീയാണ് സംവിധായകൻ. അല്ലാഹ് നീ മാത്രമാണ് അനുഗ്രഹദാതാവ്. അല്ലാഹ് നീ മാത്രമാണ് രക്ഷകൻ. അല്ലാഹ് നിന്നിൽ മാത്രമാണ് പ്രതീക്ഷ. അല്ലാഹ് നീയാണ് സമാധാനം. അല്ലാഹ് നിന്നിൽ നിന്നാണ് സമാധാനം. അല്ലാഹ് നീയാണ് സമാധാന ഗേഹത്തിലേക്ക് ഞങ്ങളെ യാത്രയാക്കുന്നവൻ. അല്ലാഹ് 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 അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലൂ.